പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ഒരു രംഗം. അവർ ചെയ്ത ഒരു നന്മയെ ഒരു അൽമായ സ്ത്രീ തെറ്റായി വ്യാഖ്യാനിച്ച് ധാരാളം കിംവദന്തികൾ പരത്തി. മഠത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സും അത് വിശ്വസിച്ചു. സഹിക്കവയ്യാതെയായപ്പോൾ ചാപ്പലിലേക്കോടി കമഴ്ന്നു കിടന്ന് ഫൗസ്റ്റീന കരഞ്ഞ് പ്രാർത്ഥിച്ചു. ന്യായീകരിക്കുവാൻ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. ഒട്ടും പറ്റാതെ വന്നപ്പോൾ സങ്കടവും വേദനയും കണ്ണീരും എല്ലാം ഒത്തുകൂടിയ നിമിഷത്തിൽ പെട്ടെന്നൊരു സ്വരം കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോഴെല്ലാം നമ്മോടുകൂടെ ദൈവം ഉണ്ട്, കൂടെ സഞ്ചരിക്കുന്നു, നമ്മോട് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹനം ലാഭകരമാക്കാൻ, അത് ദൈവഹിതപ്രകാരമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകർക്ക് വേണ്ടി നിയോഗം വെച്ച് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം അത് സ്വീകരിക്കും. നമ്മൾക്ക് ശക്തി തന്നുകൊണ്ട് നമ്മളുടെ ഹൃദയത്തെ ദൈവസ്നേഹത്തിൽ ജ്വലിപ്പിക്കും. നന്ദി.